والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നിരീശ്വര വിശ്വാസികളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ അവരിടയ്ക്കിടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ 21-ാം നൂറ്റാണ്ടിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തെക്കുറിച്ച് പറയാൻ, മതത്തെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നുള്ള തരത്തിൽ അവർ സംസാരിക്കാറ്. എന്ന് വെച്ചാൽ ശാസ്ത്രീയമായിട്ടുള്ള ഓരോ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ഓരോ ഗവേഷണങ്ങൾ അതെല്ലാം ദൈവത്തെ ഇല്ലാതാക്കുവാൻ, മതത്തെ ഇല്ലാതാക്കുവാൻ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് നടക്കുന്ന അശ്രാന്ത പരിശ്രമമായി മാത്രം മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള കുറച്ച് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ. അവരെ സംബന്ധിച്ചിടത്തോളം സയൻസ് എന്ന് പറഞ്ഞാൽ അത് മതത്തിനെതിരാണ്, മതം എന്ന് പറഞ്ഞാൽ അത് സയൻസിനെതിരാണ്. അത് രണ്ടും കൂടി ചേർന്ന് പോകുന്ന ഒരു അവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം സങ്കല്പിക്കാൻ പോലും പറ്റില്ല, അല്ലേ? ഇത് സാധാരണക്കാരായ ആളുകൾ മാത്രമല്ല, തല തൊട്ടപ്പന്മാർ തൊട്ട് ഇങ്ങേയറ്റുള്ള ആളുകൾ വരെ പറയുന്ന ഒരു കാര്യമാണ്. ഇതിന് ഒറ്റ ഒരു ഉദാഹരണങ്ങൾ ആദ്യം. ശാസ്ത്രചരിത്രം മുതൽക്ക് മതവുമായി മിക്കവാറും ഏറ്റുമുട്ടിക്കൊണ്ടാണ് ശാസ്ത്രം വളർന്നു വന്നിട്ടുള്ളത്. കാരണം ശാസ്ത്രം ബോധപൂർവമായ ഒരു മതവിരുദ്ധ പ്രതിഭാസമല്ല. നേരെ മറിച്ച് അതിൻ്റെ എല്ലാ കർമ്മങ്ങളും അറിഞ്ഞോ അറിയാതെയോ മതവിരുദ്ധമായി പോകുന്നു. യാന്ത്രികമായ ഒരനുഭവമാണത് എന്ന് തോന്നാം. കാരണം മതപരമായ വിശ്വാസ പ്രമാണങ്ങൾക്ക് ശാസ്ത്രീയമായ അടിത്തറയുണ്ടായിരുന്നില്ല. ശാസ്ത്രീയമായ കാഴ്ചപ്പാട് തന്നെ മതവിരുദ്ധ സമീപനമുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് കലാനാഥൻ മാഷാണ്. അദ്ദേഹം പറഞ്ഞത് ശാസ്ത്ര ചരിത്രം പരിശോധിച്ചാൽ അല്ലെങ്കിൽ മതത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, മതവും ശാസ്ത്രവും എപ്പോഴും കലഹിച്ചിട്ടേ ഉള്ളൂ, പരസ്പരം പോരടിച്ചിട്ടേ ഉള്ളൂ, അവർ തമ്മിൽ ഒരുമിച്ച് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടേയില്ല. ഈ വിഷയം പഠിക്കുവാൻ നമ്മൾ ചരിത്രത്തിലേക്ക് നിഷ്പക്ഷമായിക്കൊണ്ട് ചരിത്രത്തിലേക്ക് നമ്മൾ പഠിക്കാൻ ഇറങ്ങിയാൽ നമുക്കൊന്ന് ഇറങ്ങാം. രണ്ട് വശങ്ങൾ ഇതിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിച്ചേ പറ്റും. അതിനായി ആദ്യം നമ്മൾ പോകേണ്ടത് 16-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിലേക്ക്. എന്താണ് 16-ാം നൂറ്റാണ്ടിൽ പോലും യൂറോപ്പിലെ അവസ്ഥ എന്താണ്? കംപ്ലീറ്റ് ഡാർക്ക്നെസ്, അന്ധകാരം, ഡാർക്ക് ഏജ് എന്നാണ് യൂറോപ്പിലെ ആ കാലഘട്ടത്തെക്കുറിച്ച്, അതിനു മുമ്പുള്ള കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ പഠിക്കാൻ സാധിക്കും. എന്താണ് അവിടെ ഉണ്ടായിരുന്നത്? പൗരോഹിത്യം, സഭയുടെ ഒരു ആധിപത്യമായിരുന്നു യൂറോപ്പിൽ നമുക്ക് ആ കാലഘട്ടത്തിൽ കാണാൻ സാധിച്ചത്. സഭ പറഞ്ഞതിനപ്പുറത്തായിക്കൊണ്ട് ഒന്നും ചിന്തിക്കുവാനോ പഠിക്കുവാനോ ഗവേഷണം ചെയ്യുവാനോ പറയുവാനോ പാടില്ലാത്ത ഒരു അവസ്ഥ. സഭ ഒരു കാര്യം പറഞ്ഞാൽ അത് അംഗീകരിച്ചോളാം, അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ സഭ പറഞ്ഞ അല്ലെങ്കിൽ സഭ ദൈവികമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം എഴുതിയുണ്ടാക്കിയ സത്യവേദ പുസ്തകം എന്ന് അവരവകാശപ്പെടുന്ന ആ വേദപുസ്തകത്തിന് അപ്പുറത്തേക്ക് ഒന്നും പഠിക്കാൻ അല്ലെങ്കിൽ പഠിച്ച് മനസ്സിലായാൽ തന്നെ അത് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം യൂറോപ്പിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ടോളമിയുടെ ഭൗമകേന്ദ്ര സിദ്ധാന്തം. ഭൗമകേന്ദ്ര സിദ്ധാന്തം എന്ന് വെച്ചാൽ ജിയോസെൻട്രിക് തിയറി എന്ന് വെച്ചാൽ ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം, മറ്റെല്ലാം പ്രപഞ്ചത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്ര ബിന്ദുവായി നിലനിൽക്കൊള്ളുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു തിയറിയാണ് ടോളമി മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത് ശരിയാണ്, നമുക്ക് ശരിയല്ല എന്ന് നമുക്കറിയാം. കാരണം എന്താ? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചപ്പോൾ സൂര്യന് ചുറ്റും വലം വെക്കുന്ന അനേകം ഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമാണ് ഭൂമി എന്ന് ഇന്ന് നമുക്കറിയാം. ആ കാലഘട്ടത്തിൽ അത് മനസ്സിലാക്കി, അത് പഠിച്ച ആളുകൾക്ക് അത് മനസ്സിലായി. അങ്ങനെ മനസ്സിലായ യൂറോപ്പിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു നിക്കോളാസ് കോപ്പർനിക്കസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യൂറോപ്പിലെ ശാസ്ത്ര ചരിത്രത്തിൽ തന്നെ ഒരു വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കിയെന്ന് ചരിത്രകാരന്മാർ ഏകദേശം എല്ലാവരും അടിവരയിട്ടുകൊണ്ട് പറയുന്ന ഒരു ഗ്രന്ഥമാണ് കോപ്പർനിക്കസിന്റെ ഡി റെവല്യൂഷനിബസ് ഓർബിയം സെലസ്റ്റിയം എന്നുള്ള ഈ ഒരു ഗ്രന്ഥം. ഈ ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം പഠിച്ചു, മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞു, ഭൂമിയല്ല പ്രപഞ്ചത്തിന്റെ കേന്ദ്രം, ഭൂമി എന്ന് പറയുന്നത് സൂര്യന് ചുറ്റും വലം വെക്കുന്ന അനേക ഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമാണ്.
മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് സൂര്യനാണ് പ്രപഞ്ചത്തിലെ കേന്ദ്രം. അങ്ങനെ ഹെലിയോസെൻട്രിക് തിയറി, സൗരകേന്ദ്ര സിദ്ധാന്തം അദ്ദേഹം മുന്നോട്ട് വെച്ചു. എന്നാൽ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നത് അക്സെപ്റ്റൻസ് അല്ല, മറിച്ച് ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഈ ഒരു തിയറി സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ച മറ്റൊരു ശാസ്ത്രജ്ഞനായിരുന്നു ബ്രൂണോ കോപ്പർനിക്കസിന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തോട് പൗരോഹിത്യം പറഞ്ഞു, ഇത് പ്രചരിപ്പിക്കാൻ പാടില്ല, ഇത് ഞങ്ങളുടെ വിശ്വാസത്തിനെതിരാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പ്രചരണം നിർത്താൻ പറഞ്ഞപ്പോൾ അദ്ദേഹം വഴങ്ങിയില്ല. അദ്ദേഹത്തിന് ഒരുപാട് പീഡനങ്ങളും മർദ്ദനങ്ങളും പ്രയാസങ്ങളും ഏൽക്കേണ്ടി വന്നു. അദ്ദേഹത്തെ ജയിലിലാക്കി. അവസാനം തിരുത്താൻ തയ്യാറാകാത്തതുകൊണ്ട് ബ്രൂണോയെ അവർ ചുട്ടുകൊല്ലുകയാണ് ചെയ്തത്. ഒന്ന് ആലോചിച്ചു നോക്കും, യൂറോപ്പിലുള്ള അവസ്ഥയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ശാസ്ത്രീയമായി എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു ബോധ്യപ്പെട്ട ഒരു സത്യം പറഞ്ഞതിന്റെ പേരിൽ ആ സമൂഹം ആ മഹാനായ ശാസ്ത്രത്തിന് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തത് എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ബ്രൂണോയുടെ ആ ഒരു ചുട്ടുകൊല്ലുന്ന ഒരു സംഭവം. അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ. അദ്ദേഹത്തിന് ശേഷം വന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഡയലോഗ് നമുക്കറിയാം. ആ ഡയലോഗിൽ അദ്ദേഹം ഈ ഒരു കാര്യം കോപ്പർനിക്കസിന്റെ വാചകങ്ങളുമായി അല്ലെങ്കിൽ തിയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്യമുള്ള രൂപത്തിലുള്ള ആശയങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ഗലീലിയോയും അവർ തടവിലാക്കുകയും അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിക്കുകയും അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിപ്പിക്കുകയും ചെയ്തു. അവസാനം തടവറയിൽ നിന്ന് പുറത്തു വന്നെങ്കിലും അതിനുശേഷം അദ്ദേഹത്തിന് മാനസികമായ ആരോഗ്യം പൂർണ്ണമായി എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞനാണ് കെപ്ലറിന്റെ പ്ലാനറ്ററി മോഷൻ തിയറികളൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസിദ്ധമായ പുസ്തകമാണ് എപ്പിറ്റോം ഓഫ് കോപ്പർനിക്കൻ ആസ്ട്രോണമി ആൻഡ് ഹാർമണീസ് ഓഫ് ദ വേൾഡ്. അതിലും അദ്ദേഹം കോപ്പർനിക്കസിന്റെ ചില ആശയങ്ങളോട് വിയോജിക്കുന്നുണ്ടെങ്കിലും തത്വത്തിൽ അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് ആ ഒരു സമൂഹത്തിൽ ഏൽക്കേണ്ടി വന്നത്. അദ്ദേഹത്തിന് നാടി വിട്ടു പോകേണ്ടി വരികയാണ് ചെയ്തത്. അപ്പോ ഇങ്ങനെ എല്ലാ തരത്തിലും ശാസ്ത്രീയമായുള്ള കണ്ടുപിടുത്തങ്ങളോട് തീർത്തും നിഷേധാത്മകമായ ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ള യൂറോപ്പിലെ അവസ്ഥ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം, യൂറോപ്പിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കുന്ന മതം എന്ന് പറഞ്ഞാൽ ഈ പൗരോഹിത്യ മതമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിലുള്ള മതത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ പുരോഹിതന്മാരാണ്. സ്വാഭാവികമായും ഈ പുരോഹിതന്മാർ മതത്തിനെ അല്ലെങ്കിൽ ശാസ്ത്രത്തിനെ ഇങ്ങനെ പീഡിപ്പിക്കുമ്പോൾ, ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളെ ഈ ഒരു രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമാണ് അവിടെയുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് എന്താ? മതം ശാസ്ത്രത്തിനെതിരാണ്. കാരണം അവർ മനസ്സിലാക്കിയ മതം എന്ന് പറയുന്നത് ഈ പുരോഹിത മതമാണ്. അത് ശാസ്ത്രത്തിനെ ഇല്ലായ്മ ചെയ്യാൻ, തച്ചുടക്കാൻ, ചുട്ടുകൊല്ലാൻ തയ്യാറാകുന്ന ഒരു മതമാണ് അവർ കാണുന്ന മതം. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മതം ശാസ്ത്രത്തിനെതിരാണ് എന്നുള്ള ഒരു ചിന്ത അവരിൽ ഉടലെടുത്ത് വരിക. ഈ ഒരു ചരിത്രത്തിന്റെ ഭാഗം ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. മതവും ശാസ്ത്രവും തമ്മിലുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ഒരു കാര്യം അംഗീകരിച്ചേ പറ്റും. പക്ഷെ ഇവിടെ ചോദ്യം അതല്ല. യൂറോപ്പിൽ ഇങ്ങനെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളോട് ഈ ഒരു രീതിയിലുള്ള നിലപാടുകൾ നമ്മൾ കണ്ടു. പക്ഷേ ചരിത്രത്തിൽ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണോ? ചരിത്രത്തിന്റെ ഏത് ഘട്ടത്തിൽ പരിശോധിച്ചാലും മതം എപ്പോഴും ശാസ്ത്രത്തെ എതിർക്കുക മാത്രമാണോ ചെയ്തിട്ടുള്ളത്? അതല്ല, ഒരുമിച്ച് പോകുന്ന ഒരു ഘട്ടവും ഉണ്ടായിട്ടില്ലേ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നിരീശ്വര വിശ്വാസികളുടെ ആസ്ഥാന പുരോഹിതൻ തന്നെ വന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ പഠനങ്ങളിലേക്ക് കടക്കാം. കാലത്ത് ശാസ്ത്രം എന്ത് കണ്ടുപിടുത്തം നടത്തിയാലും അതിനെയൊക്കെ എതിർക്കുകയായിരുന്നു മതം ചെയ്തിരുന്നത്. എല്ലാ മതങ്ങളും. ഇസ്ലാം മതത്തിന്റെ ആൾക്കാർ പറയും ഞങ്ങളെ മതം ഒന്നും എതിർത്തില്ല. അത് ശരിയാ, കാരണം ഓരോ മതം ശാസ്ത്രം എന്താണെന്ന് അറിഞ്ഞിട്ടേ ഇല്ല. ശാസ്ത്രത്തിന്റെ വെളിച്ചാണ്ട് ചെന്നെങ്കിലല്ലേ എതിർക്കേണ്ട പ്രശ്നം വരുന്നുള്ളൂ. യൂറോപ്പിലെ ശാസ്ത്രത്തിന്റെ വെളിച്ചം വന്നു, യൂറോപ്പിലുണ്ടായിരുന്ന ക്രിസ്തു മതം അതിനെ എതിർത്തു. അറേബ്യയിലും ഇസ്ലാമിന്റെ രാജ്യങ്ങളിലും ആസ്ഥാന പുരോഹിതനാണ്, നിരീശ്വര വിശ്വാസികളുടെ ആസ്ഥാന പുരോഹിതനാണ്. എന്താ അദ്ദേഹം പറയുന്നത്? യൂറോപ്പിൽ ശാസ്ത്രം വന്നു, അതുകൊണ്ട് അവിടെയുള്ള മതം എതിർത്തു. എന്നാൽ മുസ്ലിങ്ങൾ പറയും ഞങ്ങൾ എതിർത്തിട്ടില്ല. പക്ഷെ അവരുടെ അടുത്ത് ശാസ്ത്രം പോയിട്ട് പോലും ഇല്ലല്ലോ, അവർ ശാസ്ത്രം എന്താണെന്ന് അറിഞ്ഞിട്ട് പോലും ഇല്ലല്ലോ. അതുകൊണ്ട് എതിർക്കേണ്ട കാര്യമില്ല. നമുക്ക് പരിശോധിക്കാം, തീർച്ചയായും നമുക്ക് പരിശോധിക്കാം. നമ്മൾ പരിശോധിക്കാൻ ആധികാരികമായി തന്നെ പരിശോധിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പരിശോധിക്കാൻ നമ്മൾ പോകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ കോപ്പർനിക്കസിന്റെ ഗ്രന്ഥത്തിലൂടെ തന്നെ നമുക്ക് പോകാം. കോപ്പർനിക്കസിന്റെ യൂറോപ്പിലെ ശാസ്ത്രീയ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച, വിപ്ലവം സൃഷ്ടിച്ച, സയൻസ് പഠിക്കുന്ന, ശാസ്ത്രീയ ചരിത്രം പഠിക്കുന്ന, ശാസ്ത്ര ചരിത്രം പഠിക്കുന്ന ആരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ഗ്രന്ഥത്തിലേക്ക് തന്നെ നമ്മൾ പഠനം ചുരുക്കാം. നിക്കോളസ് കോപ്പർനിക്കസിന്റെ ഡി റെവല്യൂഷനിവസ് ഓർബിയം സെലസ്റ്റിയം എന്ന പുസ്തകമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പരിശോധിക്കാം. പരിശോധിക്കാൻ നമ്മൾ ആദ്യം പോകുന്നത് ഇറ്റലിയിലെ യൂണിവേഴ്സിറ്റി ഓഫ് പഡോവയിലാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ
നമ്മുടെ കൂടെയുള്ളത് BBC ചാനലിന്റെ ഡോക്യുമെന്ററി ചെയ്ത ജിം അൽ ഖലീൽ നമ്മുടെ കൂടെയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിൽ അദ്ദേഹം നമ്മുടെ കൂടെ. This is the University of Padua in northern Italy. I'm here to see incontrovertible evidence that one of the greatest breakthroughs in European science links back to the earlier work by Islamic scholars. Because it was a news one that at that time... Astronomer Dr. Luisa Pigiotti and I are climbing up to the 18th century observatory. At the top, she promises to show me one of the most important books in scientific history. So, what do we have here? Okay, this is the second edition of the Revolutionibus. Copernicus. Yes. This is De Revolutionibus Orbium Celestium, which was published in 1543 by the Polish astronomer Nicholas Copernicus. ഏതാണ് പുസ്തകം? 18th century ഒബ്സർവേറ്ററിയിൽ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ശാസ്ത്ര ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഈ ഒരു ഗ്രന്ഥം. ആ ഒരു ഗ്രന്ഥം അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അതിന്റെ കോപ്പിയാണ്, നേരിട്ടുള്ള കോപ്പിയാണ് നമ്മൾ അവിടെ കാണുന്നത്. ആ ഗ്രന്ഥത്തിൽ തന്നെ നമുക്ക് പരിശോധിക്കാം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ എന്ന്. This is an astonishing book, and many historians credit it with starting the European scientific revolution. The first crucial step in a journey that led to modern physics. Well, I agree, but it does seem a bit odd that one doesn't hear much about where Copernicus got his ideas and information. The impression is that they came out of nowhere. The beginning? And the beginning is all in Arabic. It certainly is a real revelation to me that he explicitly mentions a 9th century Muslim for providing him with a great deal of observational data. ഈ ഒരു വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഇന്ന് യൂറോപ്പ് ഏത് രീതിയിലാണ് നമുക്കറിയാം, ശാസ്ത്രീയമായി വളരെ ഉന്നതിയിലാണ്. അതിന് തുടക്കം കുറിച്ചിട്ടുള്ള ആ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഗ്രന്ഥത്തിന്റെ തന്നെ ആദ്യത്തെ പേജുകൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം മനസ്സിലാവുകയാണ്. അദ്ദേഹം പറയുന്നത് കോപ്പർനിക്കസിന് ഈ ഐഡിയകൾ, ഈ ആശയങ്ങൾ എവിടെ നിന്നാണ് കിട്ടിയത്, അദ്ദേഹത്തിന്റെ വിജ്ഞാനം എവിടെ നിന്നാണ് കിട്ടിയത്. പലപ്പോഴും വിചാരിക്കുന്നത് അദ്ദേഹം എല്ലാം സ്വയം കണ്ടുപിടിച്ചതാണെന്നാണ് പലരും വിശ്വസിക്കുന്നത്. പക്ഷേ അദ്ദേഹം തന്നെ, കോപ്പർനിക്കസ് തന്നെ വളരെ കൃത്യമായി കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് എവിടെ നിന്നാണ് എനിക്ക് ഈ ആശയങ്ങൾ കിട്ടിയത്, എവിടെ നിന്നാണ് എനിക്ക് വിജ്ഞാനങ്ങൾ ലഭിച്ചത് എന്ന് അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യത്തെ പേജിലേക്കാണ് നമ്മൾ പോകുന്നത്. കേട്ടോളൂ, എവിടെ നിന്നാണ് അദ്ദേഹത്തിന് കിട്ടിയത്. And here he mentioned Hipparchus, Calippo, Ptolemy, and so on, and he started to mention what he called Macometus Aratensis, and means Albatani. Okay. ആശയം കിട്ടാൻ അദ്ദേഹത്തിന് വിജ്ഞാനം കിട്ടിയത് അൽ-ബത്താനി എന്ന് പറയുന്ന ഇസ്ലാമിക ലോകത്ത് നിന്നുള്ള ശാസ്ത്രജ്ഞനിൽ നിന്നാണെന്ന് അദ്ദേഹം വളരെ കൃത്യമായി കൊണ്ട് ഒന്നാമത്തെ പേജിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോ വളരെ വ്യക്തമാണ്, കോപ്പർനിക്കസിന് ശാസ്ത്രീയമായിട്ടുള്ള നവോത്ഥാനം, വിപ്ലവം സാധ്യമാക്കിയ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം രചിക്കാൻ ആശയങ്ങൾ കിട്ടിയത് അൽ-ബത്താനി എന്ന് പറയുന്ന ഇസ്ലാമിക ലോകത്ത് നിന്നുള്ള ശാസ്ത്രജ്ഞനിൽ നിന്നാണെന്ന് മറ്റാരല്ല പറയുന്നത്. നമ്മൾ അസ്യൂം ചെയ്യല്ല, വളരെ കൃത്യമായി അദ്ദേഹം തന്നെ കൃത്യമായി എഴുതി വെച്ചത് അതിന്റെ കോപ്പിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ശാസ്ത്ര ചരിത്രം പഠിക്കുന്ന ആരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വ്യക്തമാണ്. ഫ്ലോറൻസ് കൊഹന്റെ സയന്റിഫിക് റവല്യൂഷൻ, ഹിസ്റ്റോഗ്രാഫിക്കൽ എൻക്വയറി വളരെ കൃത്യമായി കൊണ്ട് അദ്ദേഹവും പറയുന്നുണ്ട്. അൽ-ബത്താനിയുടെ ഓപ്പസ് ആസ്ട്രോണമിക്കം എന്നുള്ള ഗ്രന്ഥവും അതുപോലെ തന്നെ കോപ്പർനിക്കസിന്റെ റവല്യൂഷനിബസ് ഓർബിയം സെലസ്റ്റിയം എന്നുള്ള പുസ്തകവും എടുത്തു നോക്കിയാൽ ചാപ്റ്റർ ബൈ ചാപ്റ്റർ, തിയറം ബൈ തിയറം, ടേബിൾ ബൈ ടേബിൾ, ഇതെല്ലാം ഒരേപോലെ പാരലലായി ഈ രണ്ട് വർക്ക്സും റൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരേപോലെയാണെന്ന്. അപ്പൊ ഇത് വളരെ വ്യക്തമാണ്. സയൻസിന്റെ ചരിത്രം പഠിക്കുന്നവർക്ക് ഇത് ഒരു തർക്കം ഉണ്ടാവില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള മറ്റു ചങ്ങന്മാരുണ്ടല്ലോ, അവർക്ക് ഇതൊന്നും കേൾക്കില്ല. അൽ-ബത്താനിയെ മാത്രമാണ് പേരെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞതെങ്കിലും ഒരുപാട് അറേബ്യൻ ശാസ്ത്രജ്ഞന്മാരെ, ഇസ്ലാമിക ലോകത്ത് നിന്നുള്ള ശാസ്ത്രജ്ഞന്മാരുടെ അവരിൽ നിന്ന് എടുത്തിട്ടുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും അതുപോലെ തന്നെ ഡയഗ്രങ്ങളും വളരെ കൃത്യമായി കൊണ്ട് അതേപടി കോപ്പർനിക്കസിന്റെ ഗ്രന്ഥത്തിൽ അതേപടി കൊടുത്തിട്ടുണ്ട്. അതിനുള്ള സൂചനകൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി കാണാൻ സാധിക്കും. ഇത് ഒരാൾ മാത്രം പറയുന്നതല്ല. പ്രൊഫസർ ജോർജ് സാലിബ, യൂണിവേഴ്സിറ്റി ഓഫ് കൊളംബിയയിലെ പ്രൊഫസറാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒരു വീക്ഷണം കോപ്പർനിക്കസ്
കോപ്പർനിക്കസിന്റെ ഈ ഒരു ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി പറയുന്നത്. Copernicus, to me, I have no proof. I don't have a smoking gun. But to me, it looked like, and again, by analyzing his own works, it looks like he was working from diagrams. Somebody gave him a geometric diagram of what was done by Ibn Shatir to solve the problem of the moon, for example, to solve the problem of the upper planets, to solve the problem of the movement of Mercury. He had diagrams, and he was genius enough to be able to figure out from the diagrams what was the underlying theory behind those diagrams. കോപ്പർനിക്കസിന്റെ ഗ്രന്ഥത്തെ കുറിച്ച് പഠിച്ചവർക്കറിയാം, അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ രീതി എന്ന് പറയുന്നത് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള ഡയഗ്രങ്ങളിൽ നിന്ന് പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തുന്ന രീതിയാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള ആ മഹാന്മാരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെ ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. ഇത് ഇവർ മാത്രം പറയുന്നതല്ല, കേരളത്തിൽ തന്നെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ചരിത്രകാരനാണ് ഡോക്ടർ പി ജയവിൻസൻ. അദ്ദേഹവും ഇക്കാര്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മധ്യകാലഘട്ടത്തിലൊക്കെ വലിയ സംസ്കൃതിക്ക് ജന്മം നൽകിയ പ്രൗഡ് ജനതയാണ്, വളരെ സമ്പന്നരായിട്ടുള്ള ഒരു ജനതയാണ്, സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും. 16-ാം നൂറ്റാണ്ടിൽ ഈ റെനേസൻസ് കൊണ്ടുവരുന്നത് പോലും ഈ അറബൈസ്ഡ് ഗ്രീക്ക് നോളജാണ്. ഗ്രീക്കുകാരുടെ വിജ്ഞാനമല്ല അങ്ങോട്ട് പോയത്. അറബികൾ സ്വായത്തമാക്കിയ ഇസ്ലാമൈസ്ഡ് ആയിട്ടുള്ള അറബൈസ്ഡ് ആയിട്ടുള്ള വിജ്ഞാനമാണ് യൂറോപ്പിലേക്ക് പോയിട്ട് ആധുനിക ലോകത്തിന് അടിത്തറ പാകിയ നവോത്ഥാനം പോലും ഉണ്ടാക്കിയത്. ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ഇത് കാളി ഫയറിനാണ്. HP കമ്പനിയുടെ നമുക്ക് എല്ലാവർക്കും അറിയാം. HP കമ്പനിയുടെ മുൻ CEO ആണ്. അവർ 2001 സെപ്റ്റംബർ 26 നടത്തിയിട്ടുള്ള HP കമ്പനിയുടെ ഒരു മീറ്റിംഗിൽ അവർ നടത്തിയിട്ടുള്ള ഒരു വലിയൊരു പ്രസംഗം ലീഡർഷിപ്പിനെ കുറിച്ചും ടെക്നോളജിയെ കുറിച്ചും എല്ലാം പറഞ്ഞുകൊണ്ട് അവര് പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഐ എൻഡ് ബൈ ടെല്ലിംഗ് എ സ്റ്റോറി. ഞാനൊരു കഥ പറഞ്ഞ്, ഒരു സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. There was once a civilization that was greatest in the world. ഒരു സംസ്കാരം ഉണ്ടായിരുന്നു, അത് ലോകത്തിലെ ഏറ്റവും ഉന്നതമായ സംസ്കാരമായിരുന്നു എന്ന് പറഞ്ഞ വലിയൊരു പ്രസംഗമാണ്. HP-യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ ഇന്ന് നമുക്ക് ഈ പ്രസംഗം മുഴുവനായി ലഭ്യമാകും. അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം പറയുകയാണ്. Its mathematicians created the algebra and algorithms. ആ കാലഘട്ടത്തിലുള്ള ആ സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന അതിലെ മാത്തമാറ്റീഷ്യൻസ് ആണ് അൽജിബ്രയും അൽഗോരിതങ്ങളും ഉണ്ടാക്കിയത്. That would enable the building of computers and the creation of encryption. കമ്പ്യൂട്ടറിൽ നിന്ന് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ എൻക്രിപ്ഷൻ വിദ്യ ഉണ്ടാക്കാൻ നമ്മളെ ഇന്ന് സഹായിക്കുന്നത് ആ കാലഘട്ടത്തിൽ മാത്തമാറ്റീഷ്യൻസ് പണിയെടുത്തത് കൊണ്ടാണ്. Its doctors examined the human body and found new cures for the disease. ആ കാലഘട്ടത്തിലെ ഡോക്ടർമാർ അവർ മനുഷ്യ ശരീരത്തെ കുറിച്ച് പഠിച്ചു, പുതിയ ചികിത്സകളും അതുപോലെ തന്നെ പുതിയ മരുന്നുകളും അവർ കണ്ടുപിടിച്ചു. Its astronomers looked into heavens, named the stars. ആ കാലഘട്ടത്തിലുള്ള ആസ്ട്രോണമേഴ്സ് അവര് നക്ഷത്രങ്ങൾക്ക് പേരിട്ടു. paved the way for the space travel and exploration. ബഹിരാകാശ സഞ്ചാരത്തിനും അതുപോലെ തന്നെ ബഹിരാകാശത്തെ കുറിച്ചുള്ള പഠനങ്ങൾക്ക് പോലും വഴിയൊരുക്കിയത് ആ കാലഘട്ടത്തിലുള്ള ശാസ്ത്രജ്ഞന്മാരായിരുന്നു എന്ന് വളരെ കൃത്യമായി പറയുന്നത്. ആ പ്രശ്നത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് മറ്റു രാഷ്ട്രങ്ങൾ ആശയങ്ങളെ, വിജ്ഞാനത്തെ പേടിച്ചു നിന്ന ഒരു കാലഘട്ടത്തിൽ പോലും this civilization thrived on them and kept them alive. അതിനെ സമ്പുഷ്ടിപ്പെടുത്തുകയും വിജ്ഞാനത്തെ ജീവനോടെ നിർത്താൻ സഹായിക്കുകയും ചെയ്ത ഒരു സംസ്കാരമായിരുന്നു ഇതെന്ന് പറഞ്ഞുകൊണ്ട് അവർ അവസാനിപ്പിക്കുകയാണ്. The civilization I am talking about was the Islamic world from the 9th century to 17th century. അത് ഇസ്ലാമിക ലോകത്തെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അപ്പോ അൽജിബ്ര ഉണ്ടാക്കിയ, അൽഗോരിതം ഉണ്ടാക്കിയ, ഇന്ന് നമുക്ക് കമ്പ്യൂട്ടർ ഉണ്ടാകണമെങ്കിൽ അന്ന് അവർ പണിയെടുത്തത് കൊണ്ടാണ്. ഇന്ന് നമുക്ക് എൻക്രിപ്ഷൻ വിദ്യ ഉണ്ടാകണമെങ്കിൽ അന്ന് അവർ പണിയെടുത്തത് കൊണ്ടാണ്. ഇന്ന് നമ്മൾ ബഹിരാകാശത്തേക്ക് സഞ്ചാരങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ അന്ന് അവർ പണിയെടുത്തത് കൊണ്ടാണ് എന്ന് HP കമ്പനിയുടെ, ഇതൊക്കെ വായിക്കുന്ന ഒരു നിരീശ്വര വിശ്വാസിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. HP കമ്പനിയുടെ ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ഒരാളെ അവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പോ ഇങ്ങനെയാണ്, ഇതൊക്കെ നിഷേധിക്കണ്ടേ? അപ്പോ ഒരു ഈ കാര്യം പറയുമ്പോൾ കുറച്ച് ശാസ്ത്രജ്ഞന്മാരുടെ പേര് പറയാതെ പോകുന്നത് ഒരിക്കലും ശരിയല്ല എന്നതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനാണ് അറബ് ലോകത്ത് നിന്നുള്ള ഇബ്നുൽ ഹൈസം. ഇബ്നുൽ ഹൈസമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞു, ടോളമിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ടോളമിയുടെ ഭൗമകേന്ദ്ര സിദ്ധാന്തം ശാസ്ത്രീയമായി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതിൽ സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി രംഗത്ത് വന്നിട്ടുള്ള ശാസ്ത്രജ്ഞൻ ഇബ്നുൽ ഹൈസമാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ശുകൂഖ് അലാ ബത്ലമിയൂസ്, ഡൗട്ട്സ് ഓൺ ടോളമി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി ടോളമിയുടെ സിദ്ധാന്തങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് വന്നത് ഇബ്നുൽ ഹൈസമാണ്. കഴിഞ്ഞില്ല, ഇബ്നുൽ ഹൈസമിനെ സംബന്ധിച്ചിടത്തോളം
നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ ഫസ്റ്റ് ട്രൂ സയന്റിസ്റ്റ് എന്നാണ്. ആദ്യത്തെ യഥാർത്ഥ ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് പോലും ഇബ്നുൽ ഹൈസമാണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ആണ് ഒരു സയന്റിഫിക് തിയറി അത് വാലിഡ് ആകണമെങ്കിൽ അത് മാത്തമാറ്റിക്കലി കൺസിസ്റ്റന്റ് ആകണം എന്നുള്ള തരത്തിൽ ഒരു ശാസ്ത്ര ലോകത്ത് തന്നെ ഏറ്റവും വലിയൊരു വിപ്ലവം സാധ്യമാകുന്ന ഒരു കാഴ്ചപ്പാട് കൊണ്ടുവന്നതും അദ്ദേഹമായിരുന്നു. അതുപോലെ തന്നെ മാത്തമാറ്റൈസിങ് ഫിസിക്സിനെ മാത്തമാറ്റൈസ് ചെയ്തത് അദ്ദേഹമായിരുന്നു. അദ്ദേഹം ലൈറ്റിന്റെ പാത്ത് വിശദീകരിച്ചു, അതുപോലെ തന്നെ വിഷനെ കുറിച്ച് വിശദീകരിച്ചു, മിറാജും അതുപോലെ തന്നെ റിഫ്ലക്ഷനും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അതുപോലെ തന്നെ റിഫ്രാക്ഷനും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചത് ഇബ്നുൽ ഹൈസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇബ്നുൽ ഹൈസമാണ് മോഡേൺ ഒപ്റ്റിക്സിന്റെ പിതാവ്, ഫാദർ ഓഫ് മോഡേൺ ഒപ്റ്റിക്സ് എന്നറിയപ്പെടുന്നത് ഇബ്നുൽ ഹൈസമാണ്. അദ്ദേഹത്തിന്റെ കിതാബുൽ മനാദിർ, ബുക്ക് ഓഫ് ഒപ്റ്റിക്സ് എന്നുള്ള ഗ്രന്ഥം ഒപ്റ്റിക്സ് രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. മാത്രമല്ല അന്ന് കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യത്തെ, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരിസ്റ്റോട്ടലിന്റെ ഒരു വ്യൂ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യത്തെ കാണുന്നുണ്ടെങ്കിൽ, ഞാനിവിടെ ഈ ലാപ്ടോപ്പിനെ കാണുന്നെങ്കിൽ ആ ലാപ്ടോപ്പിന്റെ ഒരു എസൻസ്, ഒരു അബ്സ്ട്രാക്ട് അത് ഒഴുകി വന്ന് എൻ്റെ കണ്ണിലേക്ക് ചേർന്നുകൊണ്ടാണ് ഞാൻ ആ ലാപ്ടോപ്പിനെ കാണുന്നത്. ഈ ഒരു രീതിയിലായിരുന്നു എന്ത് നമ്മൾ കാണണമെങ്കിൽ അത് നമ്മുടെ കണ്ണിലേക്ക് അതിന്റെ ഒരു എസൻസ് ഒഴുകി വന്നിട്ട് കാണണം എന്നുള്ള ഒരു അരിസ്റ്റോട്ടലിന്റെ വ്യൂ ആയിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ ഇത് മാത്തമാറ്റിക്കലി കൺസിസ്റ്റന്റ് ആയി അദ്ദേഹത്തിന് തോന്നിയില്ല. അദ്ദേഹം അതിനെ ചോദ്യം ചെയ്തു. മറ്റൊരു വ്യൂ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൽ നിന്നുള്ള, നമ്മുടെ കണ്ണിൽ നിന്നുള്ള റേ ഒരു ഒബ്ജക്റ്റിൽ പോയി തട്ടുകയും അങ്ങനെയാണ് നമ്മൾ കാണുന്നത് എന്ന് അതും അദ്ദേഹത്തിന് സംശയം തോന്നി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഒബ്ജക്റ്റിൽ നിന്നുള്ള റേ നമ്മുടെ കണ്ണിലെത്തുകയും അങ്ങനെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ള കാര്യം വിശദീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രൈറ്റ് ലൈൻ, പ്രകാശം ഒരു നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം കണ്ടുപിടിക്കുകയും അതിലേക്ക് ജിയോമെട്രിക്കൽ റൂൾസ് അപ്ലൈ ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒപ്റ്റിക്സ് രംഗത്ത് കണ്ടുപിടിക്കുകയും ചെയ്ത മഹാനായ ശാസ്ത്രജ്ഞനാണ് ഇബ്നുൽ ഹൈസം. മറ്റൊരു പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞൻ നാസറുദ്ദീൻ അൽ തൂസി. നാസറുദ്ദീൻ അൽ തൂസി നമ്മൾ നേരത്തെ കണ്ടു, കോപ്പർനിക്കസിന്റെ ഗ്രന്ഥത്തിൽ ഒരുപാട് ഡയഗ്രങ്ങൾ തൂസിയുടേതാണ്. തൂസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ തൂസി കപ്പിൾ പോലെയുള്ള കണ്ടുപിടുത്തങ്ങൾ വളരെ പ്രസിദ്ധമാണ്. അതാണ് കോപ്പർനിക്കസ് ഉപയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് മറാഗ എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും വലിയ ഗ്രേറ്റസ്റ്റ് ഒബ്സർവേറ്ററി അക്കാലഘട്ടത്തിൽ സ്ഥാപിക്കുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആസ്ട്രോണമേഴ്സിനെ അവിടേക്ക് കൊണ്ടുവരികയും നിരന്തരം ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തി ഒപ്റ്റിക്സ് രംഗത്ത് മറാഗ റവല്യൂഷൻ എന്ന് പറയുന്ന മറാഗ വിപ്ലവം തന്നെ സാധ്യമാക്കിയ മഹാനായ ശാസ്ത്രജ്ഞനാണ് നാസറുദ്ദീൻ അൽ തൂസി. അദ്ദേഹം ആ ഒബ്സർവേറ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓഫീസുകളും ലൈബ്രറികളും പള്ളികളും അങ്ങനെ ഒരുപാട് കെട്ടിട സമുച്ചയങ്ങൾ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിരുന്നു എന്ന് കാണാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞനാണ് അബ്ദുറഹ്മാൻ അൽ സൂഫി. അസോഫി എന്നാണ് പാശ്ചാത്യ ലോകത്ത് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ബുക്ക് ഓഫ് ഫിക്സ്ഡ് സ്റ്റാർസ് എന്ന് പറയുന്ന പുസ്തകം വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹമാണ് ആദ്യമായി ആൻഡ്രോമിഡ ഗാലക്സി ഒബ്സർവ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി കൊണ്ട് കുഞ്ഞൻ ഗ്രഹമായിട്ടുള്ള 12621 അൽ സൂഫി എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ചന്ദ്രനുള്ള ഒരു ഗ്രഹത്തിന് അസോഫി എന്ന് നാമകരണം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥകമായി. മറ്റൊരു പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞനാണ് ഇബ്നു ഷാത്തർ. അദ്ദേഹം അൽ ഉമയ്യദ് മസ്ജിദിലെ, ദമസ്കസിലെ അൽ ഉമയ്യദ് മസ്ജിദിലെ ഒരു മുവഖ്ഖിതായിരുന്നു. നമസ്കാര സമയം കൃത്യമായി രേഖപ്പെടുത്തുവാനുള്ള കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം സൺഡയലും അതുപോലെ തന്നെ ആസ്ട്രോളാബിക് ക്ലോക്കും പോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹം കണ്ടുപിടിക്കുകയും ടോളമിയുടെ മാതൃകകളെ അദ്ദേഹം റിഫോം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആസ്ട്രോണമി രംഗത്തല്ല, ഇപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. ഒരുപാട് പറഞ്ഞാൽ തീരാത്തത്ര ഉള്ളതുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇനി മെഡിക്കൽ രംഗത്തെടുത്ത് നോക്കിയാൽ പോലും അബുൽ ഖാസിം അൽ-വഹ്റാബി എന്ന് പറയുന്ന അൽബുക്കാസിസ് എന്ന് പറയുന്ന പാശ്ചാത്യ ലോകത്ത് അറിയപ്പെടുന്ന ആ ശാസ്ത്രജ്ഞൻ, അദ്ദേഹമാണ് മോഡേൺ സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ അത്തസ്രീഫ് എന്നുള്ള മെഡിക്കൽ എൻസൈക്ലോപീഡിയ, 30 വാള്യങ്ങളുള്ള ഒരു മെഡിക്കൽ എൻസൈക്ലോപീഡിയ ആ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയിരുന്നു. ഒരുപാട് വർഷങ്ങളോളം യൂറോപ്പിൽ പോലും സർജറിയിലെ ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് സഹ്റാബിയുടെ അത്തസ്രീഫ് ആയിരുന്നു. അദ്ദേഹമാണ് ഓറൽ അനസ്തേഷ്യ, ഇൻഹലേഷണൽ അനസ്തറ്റിക്സ്, അതുപോലെ തന്നെ അനസ്തറ്റിക്സ് പോജ്, അതുപോലെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹത്തിൻ്റെതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞനാണ് ഇബ്നു സീന, അവിസന്ന എന്ന് പാശ്ചാത്യ ലോകത്ത് അറിയപ്പെടുന്ന ഇബ്നു സീന. അദ്ദേഹത്തിന്റെ കാനൺ ഓഫ് മെഡിസിൻ എന്ന ഗ്രന്ഥം വളരെ പ്രസിദ്ധമാണ്. 14 വോള്യങ്ങളുള്ള ഒരുപാട് കാലം മെഡിസിൻ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ഇബ്നു സീനയുടെ കാനൺ ഓഫ് മെഡിസിൻ ആയിരുന്നു. ഡിസീസസ് ഫ്രം ടിപ്പ് ടു ടോ, എല്ലാ രോഗങ്ങളെ കുറിച്ചുമുള്ള ചർച്ച അദ്ദേഹം അതിൽ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞനാണ് മുഹമ്മദ് ബിൻ സക്കരിയ അൽ റാസി. അദ്ദേഹം പീഡിയാട്രിക്സിന്റെ പിതാവായാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരുപാട് മെഡിസിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യമായി പെട്രോളിയം ഡിസ്റ്റിൽ ചെയ്തതും അതുപോലെ തന്നെ കെറോസിൻ ലാബും സപ്ലിമേഷൻ വിദ്യയും ഒക്കെ ആദ്യമായി കണ്ടുപിടിച്ചത് അദ്ദേഹമായിരുന്നു.
ഇനി മെഡിക്കൽ രംഗം അവിടെ തൽക്കാലം അവിടെ വെക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞനാണ് അബ്ബാസ് ബിൻ ഫിർനാസ്. അദ്ദേഹമാണ് ഏവിയേഷൻ രംഗത്ത് വലിയൊരു മാറ്റം കൊണ്ടുവന്ന അദ്ദേഹമായിരുന്നു. പറക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുകയും എന്നാൽ ലാൻഡിങ്ങിലുള്ള ചെറിയ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് പരിക്ക് പറ്റുകയായിരുന്നു. അങ്ങനെയാണ് ഏവിയേഷൻ രംഗത്ത് വാലിന് ലാൻഡിങ്ങിലുള്ള സ്ഥാനം ചർച്ച ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു പരീക്ഷണത്തോടു കൂടിയാണ്. അത് ശരിയാക്കിക്കൊണ്ട് മറ്റൊരു പരീക്ഷണം നടത്താൻ അദ്ദേഹത്തിന് ആരോഗ്യം ഇല്ലാത്തത് കാരണം അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. അദ്ദേഹം തന്നെയാണ് ആദ്യമായി ക്വാർട്സിൽ നിന്ന് ഗ്ലാസ് ഉണ്ടാക്കിയതും ആദ്യമായി സ്ഫടികം കൊണ്ട് പ്ലാനറ്റേറിയം ഉണ്ടാക്കിയതുമെല്ലാം അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിക്കൊണ്ട് ചന്ദ്രനിൽ ഇബ്നു ഫിർനാസ് എന്നുള്ള ഒരു ഗ്രന്ഥം അദ്ദേഹത്തിന്റെ ആദരസൂചകമായിക്കൊണ്ട് നാമകരണം ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞനാണ് ജാബിർ ബിൻ ഹയാൻ. കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം മോഡേൺ കെമിസ്ട്രിയുടെ പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ കെമിസ്ട്രിയുടെ പിതാവായി അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞനാണ് ജാബിർ ബിൻ ഹയാൻ. അദ്ദേഹത്തിന്റെ അലൻബിക് ഡിസ്റ്റിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന അലൻബിക് വളരെ പ്രസിദ്ധമാണ്. ലിക്വിഫാക്ഷൻ, ഫിൽട്രേഷൻ, അതുപോലെ തന്നെ ക്രിസ്റ്റലൈസേഷൻ പ്രോസസ്സുകളെല്ലാം അദ്ദേഹം വിശദീകരിച്ചതുപോലെ തന്നെ 20-ലധികം ലാബ് ഇൻസ്ട്രുമെന്റ് അദ്ദേഹം നിർമ്മിക്കുകയും അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും ഒക്കെ അദ്ദേഹമായിരുന്നു ആദ്യമായി നിർമ്മിച്ചത്. അപ്പോൾ ഇതൊക്കെ നിഷേധിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതൊന്ന് ആലോചിക്കുന്ന നല്ലതാണ്. അപ്പോൾ യാക്കൂബ് അൽ-കിന്ദി മറ്റൊരു പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞനാണ്. സൈക്കോളജിയിലും മെഡിസിനിലും ഫാർമക്കോളജിയിലും മാത്തമാറ്റിക്സിലും അസ്ട്രോണമിയിലും ഒപ്റ്റിക്സിലുമെല്ലാം ഒട്ടനേകം സംഭാവനകൾ ചെയ്തിട്ടുള്ള അൽ-കിന്ദി വളരെ പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം തന്നെയാണ് എൻക്രിപ്ഷൻ വിദ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠനങ്ങൾ ആരംഭിച്ചത്. എൻക്രിപ്ഷൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇമെയിൽ അതുപോലെ തന്നെ മിലിറ്ററി സ്വകാര്യതകൾ ഇതൊക്കെ സാധ്യമാകുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞനാണ് മുഹമ്മദ് ബിൻ മൂസ അൽ ഹവാരിസ്മി എന്ന്. അദ്ദേഹമാണ് അൽഗോരിതം കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടേഴ്സ് ബുക്ക് ഓൺ കാൽക്കുലേഷൻ ബൈ കംപ്ലീഷൻ ആൻഡ് ബാലൻസിംഗ് എന്നുള്ള പുസ്തകത്തിലാണ് ആദ്യമായി അൽജിബ്ര എന്നുള്ള പദം കൊണ്ടുവരുന്നതും അൽജിബ്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങൾ ആരംഭിക്കുന്നത്. ഇങ്ങനെ ഒട്ടനേകം ഏകദേശം എല്ലാ വിധത്തിലുള്ള ശാസ്ത്രശാഖകളിലും വളരെ കൃത്യമായിട്ടുള്ള പഠനങ്ങളും കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെയാണ്. ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാൻ തൽക്കാലം സമയത്തിന്റെ പരിമിതി കൊള്ളണം ഈ ലിസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കും. നിങ്ങൾ പഠിച്ചാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും മറ്റേയാളെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, അതുപോലെ തന്നെ ഈ ആളെ കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അത്രമാത്രം ശാസ്ത്രജ്ഞന്മാർ അറബ് ലോകത്ത് നിന്നുണ്ട് എന്നുള്ളത് ചരിത്രം പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചയും ഒരു തരത്തിലുള്ള തർക്കവുമില്ല. എന്നാൽ നമ്മൾ നേരത്തെ കണ്ട ചില ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ആ ആന്റി മുസ്ലിം റേസിസ്റ്റ് കണ്ണടകൾ വെച്ചുകൊണ്ട് മാത്രമേ ചരിത്രത്തെ അവർ നോക്കുകയുള്ളൂ. അപ്പൊ ആ നോക്കി ആ വാചകം കാലത്ത് ശാസ്ത്രം എന്ത് കണ്ടുപിടുത്തം നടത്തിയാലും അതിനെയൊക്കെ എതിർക്കുകയായിരുന്നു മതം ചെയ്തിരുന്നത്. എല്ലാ മതങ്ങളും. ഇസ്ലാം മതത്തിന്റെ ആൾക്കാർ പറയും ഞങ്ങളെ മതം ഒന്നും എതിർത്തില്ല. അത് ശരിയാ, കാരണം ഓരോ മതം ശാസ്ത്രം എന്താണെന്ന് അറിഞ്ഞിട്ടേ ഇല്ല. ശാസ്ത്രത്തിന് വെളിച്ചാണ്ട് ചെന്നെങ്കിലല്ലേ എതിർക്കേണ്ട പ്രശ്നം വരുന്നുള്ളൂ. യൂറോപ്പില് ശാസ്ത്രത്തിന്റെ വെളിച്ചം വന്നു, യൂറോപ്പിലുണ്ടായിരുന്ന ക്രിസ്തു മതം അതിനെ എതിർത്തു. അറേബ്യയിലും ഇസ്ലാമിന്റെ രാജ്യങ്ങളിലും അറേബ്യയിൽ ശാസ്ത്രം എത്തിയിട്ടില്ല. ഇത്രയും കണ്ട നിർത്താൻ പറ്റാത്ത അത്രയും വലിയ ലിസ്റ്റ് ശാസ്ത്രജ്ഞന്മാരോട് ഉണ്ടായിരുന്നു. ഇത് ചോദിക്കാൻ അവിടെ മുന്നിലിരിക്കുന്നത് ഒന്നിനെ അറിഞ്ഞിട്ടുകൊണ്ട് ഈ അവിടെ സഹ്റാബി ഉണ്ടായിരുന്നല്ലോ, ജാബിർ ബിൻ ഹയാൻ ഉണ്ടായിരുന്നല്ലോ, ഹൈസം ഉണ്ടായിരുന്നല്ലോ ചോദിക്കാൻ മുമ്പിലുള്ള ആളുകൾക്കും അന്ധരായി വിഴുങ്ങാൻ മാത്രം അറിയുന്ന നിരീശ്വര വിശ്വാസികളുടെ മുമ്പിൽ വെച്ച് എന്തും പറയാലോ. അതുകൊണ്ട് മുമ്പിൽ അടിച്ചു വിട്ടേനെ. അറേബ്യയിൽ ശാസ്ത്രം എത്തിയിട്ട് പോലില്ല. അവര് ശാസ്ത്രം എന്താണെന്ന് അറിഞ്ഞിട്ട് പോലുമില്ലല്ലോ. അപ്പോ അത് ചോദ്യം ചെയ്യാൻ അറിവുള്ളവര് സദസ്സിലുമില്ല. മൂപ്പർക്കാണെങ്കിൽ ആ ഒരു അറിവ് എന്ന് പറഞ്ഞ സാധനത്തെ കണ്ടുവിടും. അപ്പോ ഇത് എന്ന് പറയുന്നത് ഒരു മുസ്ലിം ശാസ്ത്രജ്ഞന്മാരുടെ കണക്കെടുപ്പൊന്നുമല്ല. അറേബ്യൻ ലോകത്ത് ഈ പറഞ്ഞ തരത്തിലുള്ള അറേബ്യൻ ലോകത്ത് നിന്ന് ഒരു ശാസ്ത്രജ്ഞന്മാരും ഉണ്ടായിട്ടില്ല. അവർ ശാസ്ത്രത്തെ എന്താന്ന് പോലും അറിഞ്ഞിട്ടില്ല. വേറൊരാളുടെ ഭാഷ പറയുകയാണെങ്കിൽ ഇസ്ലാമും ശാസ്ത്രവും തമ്മിൽ റോഡിൽ വെച്ച് കണ്ട ബന്ധം പോലും ഇല്ല എന്നുള്ള തരത്തിലുള്ള സംസാരങ്ങൾ വരുമ്പോൾ അവിടെയുള്ള ശാസ്ത്ര പുരോഗതികൾ എണ്ണി പറയേണ്ടി വരികയാണ്. എന്നാൽ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അവരുടെ പരിപാടി എന്തറിയോ, ഇങ്ങനെ വിശ്വാസം അനുസരിച്ച് ശാസ്ത്രജ്ഞന്മാരുടെ കണക്കെടുക്കുന്ന ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ അവസാനത്തോടുകൂടി നമുക്കറിയാം അറ്റൻബറോ, കാൾ സാഗൻ, സ്റ്റീഫൻ ബീൻബർഗ്, യൂജിൻ സ്കോട്ട്, ഇവരൊക്കെ ഒരു വളരെ ബ്ലേറ്റന്റ് ആയിട്ട് എത്തിക്സ് ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവർ സയൻസിനെ ഡിഫെൻഡ് ചെയ്യാൻ വരികയും വളരെ നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡ് വ്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോസ് നിർമ്മിച്ചു. ഒരുപാട് നെറ്റിൽ കുറേ ഷോർട്ട് വീഡിയോസ് കുറേ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രോഗ്രാംസ് ഉണ്ടാക്കി. അപ്പോൾ അതൊരു വലിയ ലോറൻസ് ക്രോസ്, ഈ കാണുന്ന സയന്റിസ്റ്റിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ബുക്കാണ് എ യൂണിവേഴ്സ് ഔട്ട് ഓഫ് നത്തിങ്. അത് ഭയങ്കര കോൺട്രവേഴ്സിലാണ്, അതേസമയം വളരെയധികം വിറ്റഴിയപ്പെട്ട ഒരു പുസ്തകമാണ്. അതുപോലെ തന്നെ ജെറി കോയിൻ ആണ് ഒരുപക്ഷെ ഇവല്യൂഷൻ സംബന്ധിച്ച് ഏറ്റവും നല്ല പുസ്തകം എഴുതിയതെന്ന് ഞാൻ കരുതുന്നു.
അദ്ദേഹത്തിൻ്റെ വൈ ഇവല്യൂഷൻ ഇസ് ട്രൂ എന്നുള്ള പുസ്തകം വളരെ സിമ്പിളാണ്, പവർഫുള്ളാണ്. കോയൻ്റെ പുസ്തകം വളരെ സൗമ്യനാണ് കോയൻ. പിന്നെ അതുപോലെ തന്നെ പഴയ 2 എത്തീസ്റ്റുകൾ ഡോക്ടർ വാട്സണും ക്രീക്കും, അവരെ നിങ്ങൾക്കറിയാം. വാട്സണും ക്രീക്കും നിങ്ങൾ ചില കാലത്ത് ഈ പിരിയൻ ഗോവേണി നിങ്ങൾ പഠിക്കുമ്പോൾ ഇവരുടെ പേരുകൾ വിട്ടുകൊണ്ട് നിങ്ങൾക്ക് പോകാം. ആൾക്കാർ നിരീശ്വര വിശ്വാസികൾ, സയന്റിസ്റ്റുകൾ കണക്കെടുക്കും. ഇമ്മാതിരിയുള്ള ആവശ്യം നമുക്കില്ല, അല്ലേ? സയൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ലേണിംഗ് ആണ്. അതിൽ മുസ്ലിങ്ങളായ ശാസ്ത്രജ്ഞന്മാരുണ്ടാകും, ക്രൈസ്തവരുടെ സംഭാവനകൾ ഉണ്ടാവും, ജൂതന്മാരുടെ സംഭാവനകൾ ഉണ്ടാവും. പറഞ്ഞ കുറച്ച് ആൾക്കാർ നിരീശ്വര വിശ്വാസികളായിട്ടും ഉണ്ടാവും, അത് നിഷേധിക്കാനൊന്നുമില്ല. പക്ഷേ ഇത് നമ്മളുടെ എന്തോ വലിയ സംഭവമാണ്, നമ്മുടെ തറവാട് സ്വത്താണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കണക്കെടുക്കേണ്ട ആവശ്യം വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം കണക്കെടുക്കുകയല്ല, മറിച്ച് ഇസ്ലാമിക ലോകത്ത് നിന്നുള്ള സംഭാവനകൾ അതെന്തുകൊണ്ടുണ്ടായി, അതിനെ നിഷേധിക്കുന്ന ചില ആളുകൾ നമ്മൾ കണ്ടല്ലോ. അങ്ങനെ നിഷേധിക്കുമ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് എണ്ണി പറയേണ്ടി വരും. മാത്രമല്ല, അവിടെ എന്തുകൊണ്ട് ഇസ്ലാമിക ലോകത്ത് ഇത്രയും വലിയ ശാസ്ത്രീയമായ പുരോഗതികൾ ഉണ്ടായി എന്നുള്ള പഠനമാണ് അവിടെ യഥാർത്ഥത്തിൽ പ്രസക്തമായിട്ടുള്ളത്. അതിന് പ്രൊഫസർ സൈമൺ ഷാപ്പർ പറയുന്ന ഒരു കാര്യം, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ വ്യൂവിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി അദ്ദേഹം പറയാം. Including, if I may say so, our own, tend to work very hard to keep everybody else out. Whereas here we have an example of an enterprise which is desperate, curious to turn itself into a net importer of intellectual product. And that's a very important lesson for the history of the sciences. എല്ലാം നമ്മുടെ മാത്രം എന്നുള്ള രീതിയിൽ കണ്ടപ്പോൾ ഇസ്ലാമിക ലോകത്ത് സംഭവിച്ചത്, എവിടെ നിന്ന് വിജ്ഞാനം സ്വീകരിക്കാൻ പറ്റുമോ അവിടെ നിന്നെല്ലാം എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അൽതൂസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറാഗ റവല്യൂഷൻ, ലോകത്തുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് എല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നോളജിനോടുള്ള അതുപോലെ ക്യൂരിയോസിറ്റി, അതെല്ലാം കൂടി വിജ്ഞാനത്തോടുള്ള ആർത്തി കൊണ്ട ഒരു സമൂഹം, വിജ്ഞാനത്തോട് അത്യധികം അഭിനിവേശമുള്ള ഒരു സമൂഹമായിരുന്നു ഇസ്ലാമിക ലോകത്തുണ്ടായിരുന്നത്. അങ്ങനെയാണ് അവർക്ക് ഇത്രയും വലിയ ഒരു പുരോഗതി ഉണ്ടായിട്ടുള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ. മാത്രമല്ല, ഈ ഒരു വിഷയത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെ ഉണ്ടായിരുന്ന ഇസ്ലാമിക ലോകത്തുണ്ടായിരുന്ന ട്രാൻസ്ലേഷൻ മൂവ്മെന്റുകൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശാസ്ത്രീയമായതും അതുപോലെ തന്നെ സാഹിത്യപരമായിട്ടുള്ളതും എല്ലാ തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ അറേബ്യയിലേക്ക് കൊണ്ടുവരികയും അറബിയിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ട്രാൻസ്ലേഷൻ മൂവ്മെന്റ് തന്നെ ഒരു വിപ്ലവമായി തന്നെ അവിടെ ഉണ്ടായിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിന് ഗ്രന്ഥങ്ങൾ കൊണ്ടുവരുന്നവർക്ക് പാരിതോഷികങ്ങൾ നൽകിയതായും അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയതായും ആ കാലഘട്ടത്തിലുള്ള ഹരീഫമാർ അങ്ങനെയൊക്കെ ചെയ്തതായും കാണാൻ സാധിക്കും. അങ്ങനെ എവിടെ നിന്നൊക്കെ വിജ്ഞാനം സ്വീകരിക്കാൻ പറ്റുമോ, അങ്ങനെ സൂര്യന്റെ ഒരു വചനമുണ്ടല്ലോ, വിജ്ഞാനം സത്യവിശ്വാസിയുടെ കളഞ്ഞുപോയ ഒരു മുത്താണ്, അത് എവിടെ വെച്ച് കണ്ടാലും നിങ്ങൾ എടുക്കണേ എന്നുള്ള ആ ഒരു അത്തരം കാര്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എവിടെ നിന്ന് വിജ്ഞാനം കിട്ടുമോ അവിടെ നിന്നെല്ലാം എല്ലാവരുടെയും അടുത്ത് നിന്നും വിജ്ഞാനം സ്വീകരിച്ചുകൊണ്ടുള്ള ആ ഒരു നിലപാടായിരുന്നു ഇസ്ലാമിക ലോകത്ത് കാണാൻ സാധിച്ചു. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് മദ്രസകൾ എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ മദ്രസകളുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു യൂണിവേഴ്സിറ്റികൾ വരെ ഉയർന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ലോകത്ത് തന്നെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഖറാവീൻ, മൊറോക്കോയിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് ഖറാവീൻ ഇന്നും പ്രവർത്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി അത് ഒരു മദ്രസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് സ്ഥാപിച്ചത് ഫാത്തിമ അൽ ഫിഹിരി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞയാണ്. അപ്പോൾ ഈ ഒരു തലത്തിൽ വളരെ കൃത്യമായി കൊണ്ട് അവിടെയുള്ള മദ്രസകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. മറ്റൊരു കാര്യമാണ് ഇസ്ലാമിന്റെ ഒരു പ്രപഞ്ച വീക്ഷണം. എങ്ങനെയാണ് പ്രപഞ്ചം അത് വളരെ കൃത്യമായി കൊണ്ട് ഒരു സൃഷ്ടാവ് സിസ്റ്റമാറ്റിക് റൂൾസ് സിസ്റ്റമാറ്റിക് ആയി കൊണ്ടുപോകുന്ന വ്യവസ്ഥാപിതമാണ് ഈ പ്രപഞ്ചം എന്നുള്ള ഇസ്ലാമിന്റെ അധ്യാപനം അവരെ ഒരുപാട് കാര്യങ്ങൾ, ഒരു വലിയൊരു വിപ്ലവം തന്നെ ശാസ്ത്ര മേഖലയിൽ സാധ്യമാക്കിയിട്ടുണ്ട്. കാരണം എല്ലാം വ്യവസ്ഥാപിതമാണെങ്കിൽ ആ വ്യവസ്ഥയെ കുറിച്ച് പഠിച്ചാൽ, ആ വ്യവസ്ഥയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ സയന്റിഫിക് മെത്തേഡ് എന്നുള്ള രീതിയിലേക്ക്, ശാസ്ത്രം ആ ഒരു രീതിയിലേക്ക് കണ്ടുപിടുത്തങ്ങളുടെ ദിശ മാറാൻ കാരണമായത് എന്ന് ഞാൻ പറയല്ല, BBC-യുടെ ഡോക്യുമെന്ററി ചെയ്ത ജിം അൽ ഖലീൽ എന്ന് പറയും. Every now and then an idea takes form that changes everything. It revolutionizes the way we see and understand the world around us. I believe that just such an idea took form in the medieval Islamic world. It's the idea that everything from the stars above to the workings of our own bodies
is not arbitrary or whimsical, but subject to certain systematic rules. And what's more, that we humans can work out what those rules might be. And then we can refine and test our theories through observation and experiment. In other words, it's the idea we now call the scientific method. ഇഷാൻ മസൂദ് തന്റെ ഇസ്ലാം ആൻഡ് സയൻസ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ഹദീസ് നിദാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഹദീസ് ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്രയും ഓരോ ഹദീസിനെ കുറിച്ചുമുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളായിരുന്നു, അത്രയും സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ടുള്ള ഒരു പഠനമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ആ ഒരു സ്റ്റെപ്പുകൾ, അത്തരം രീതികൾ സയൻസിലും ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തത്തിലും അപ്ലൈ ചെയ്യുവാൻ അവിടെയുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ, ശാസ്ത്രീയമായി ഗവേഷണം ചെയ്യുന്ന ആളുകളെ അവരെ പ്രോത്സാഹിപ്പിച്ചുവെന്നും ആ ഒരു രീതിയിലാണ് സയന്റിഫിക് മെത്തേഡ് ഉണ്ടായിട്ടുള്ളത് എന്നും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മാത്രമല്ല, ഇസ്ലാമിൽ റസൂലിന്റെ ഒരു അധ്യാപനം, അതായത് എല്ലാ രോഗത്തിനും ശമനമുണ്ട്, മരുന്നുണ്ട് എന്നുള്ള ആ ഒരു അധ്യാപനം അവർക്ക് കൂടുതൽ മരുന്നുകളെ കുറിച്ച് പഠിക്കാൻ, മനസ്സിലാക്കാൻ അവർക്ക് സഹായിച്ചു. അതുപോലെ തന്നെ ഇസ്ലാമിൽ സമയത്തിനുള്ള പ്രാധാന്യം, നേരത്തെ പറഞ്ഞു, ഇബ്നു ശാഫിർ പോലെയുള്ള ആളുകൾ സൺഡേയിൽ കണ്ടുപിടിച്ചതുമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതൊക്കെ ഇസ്ലാമിൽ സയൻസിന് ടൈമിനുള്ള പ്രാധാന്യം, അത് അക്യുറസി ഓഫ് ടൈമിനുള്ള പ്രാധാന്യം വളരെ കൃത്യമായിക്കൊണ്ട്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായതായി കാണാൻ സാധിക്കും. മാത്രമല്ല, മക്കയിലേക്കുള്ള, ഇസ്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചപ്പോൾ മക്കയിലേക്കുള്ള ഡയറക്ഷൻ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങളാണ്. ഭൂമിക്ക് ചെരിവുണ്ട് എന്നും അതുകൊണ്ട് ആ ചെരിവ് മനസ്സിലാക്കിയാൽ മാത്രമേ മക്കയിലേക്കുള്ള ഡയറക്ഷൻ കൃത്യമായി മനസ്സിലാകൂ എന്നുള്ളത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങൾ നടന്നു. അങ്ങനെയാണ് ഭൂമിയുടെ റേഡിയസ് പോലും കണ്ടുപിടിക്കുന്നതിലേക്ക് ആ ശാസ്ത്രജ്ഞന്മാരെ എത്തിച്ചിരുന്നത് കാണാം. അങ്ങനെ എല്ലാ രീതിയിലും ഇസ്ലാമിക അധ്യാപനങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും അവരെ ഈ ഒരു രംഗത്ത് സഹായിച്ചിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും വലിയ ഒരു യൂറോപ്പിൽ ശാസ്ത്രീയ നവോത്ഥാനത്തിന് പോലും കാരണമായിട്ടുള്ള ഈ ഒരു കാര്യം, ഇത്തരത്തിലുള്ള വലിയൊരു ഉന്നതിയിലേക്ക് ശാസ്ത്രജ്ഞന്മാർ, അതുപോലെ തന്നെ സാഹിത്യകാരന്മാർ, നേതാക്കന്മാർ, ഇങ്ങനെ എല്ലാ രീതിയിലും വളരെ ഉന്നതമായ സംസ്കാരം, നേരത്തെ കാളി ഫയറിനെ പറഞ്ഞതുപോലെ there was once a civilization that was greatest in the world, അത്രയും അത്യുന്നതിയിലേക്ക് അവരെത്താൻ കാരണമായത് എന്താണ്, ആരായിരുന്നു അവർ എന്നുള്ള ഒരു ചിന്ത ഇവിടെ പ്രസക്തമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കുമ്പോൾ അറേബ്യയുടെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം, ആ ഒരു കാലഘട്ടത്തെ വിശേഷിപ്പിച്ചിരുന്നത് തന്നെ ജാഹിലിയ കാലഘട്ടം എന്നാണ്. ഏജ് ഓഫ് ഇഗ്നോറൻസ്, കംപ്ലീറ്റ് ഡാർക്ക്നെസ്. ഒന്നുമില്ലായിരുന്നു അവർക്ക്, അല്ലെ? ധാർമ്മികമായി ഒന്നുമില്ലാതിരുന്ന ഒരു സമൂഹം, കള്ളും പെണ്ണും മാത്രമാണ് ജീവിതമെന്ന് വിചാരിച്ചിരുന്ന ഒരു സമൂഹം. അവരെ സംബന്ധിച്ചിടത്തോളം ഗോത്രവയക്കുകളും അതുപോലെ തന്നെ യുദ്ധങ്ങളും നിസ്സാരമായ കാരണങ്ങൾക്ക് പോലും കൊല്ലങ്ങളോളം വർഷങ്ങളോളം യുദ്ധം ചെയ്യുന്ന ഒരു സമൂഹം. അങ്ങനെയുള്ള ഒരു സമൂഹം, ആ സമൂഹത്തിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയും വലിയ ശാസ്ത്രജ്ഞന്മാരും അതുപോലെ തന്നെ സാഹിത്യകാരന്മാരും നേതാക്കന്മാരും തത്വചിന്തകന്മാരും എല്ലാം ഉണ്ടായിട്ടുള്ളത്? ഈ ചോദ്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് അവസാനം ഒരു മനുഷ്യനിലേക്കാണ്. ആ മനുഷ്യന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ അവരിലേക്ക് കടന്നു വരികയും കല്ലുകരടും കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരുടെ മൂർഖൻ പാമ്പിനവരെ എല്ലാത്തിനെയും ആരാധിച്ചിരുന്ന ആ ഒരു സമൂഹത്തോട് ഏകനായ ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ ഒരു യൂണിറ്റി ഉണ്ടാക്കി, അവർക്ക് ദിശാബോധം നൽകി, വെറുതെ കള്ളും പെണ്ണും കൊണ്ട് നടക്കേണ്ടതല്ല ജീവിതമെന്നും ജീവിതത്തിനൊരു അർത്ഥമുണ്ടെന്നും ലക്ഷ്യമുണ്ടെന്നും പഠിപ്പിച്ചു. അങ്ങനെ ഒരു ദിശാബോധമുള്ള ഒരു സമൂഹമായി അവരെ പരിവർത്തിപ്പിക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ധാർമ്മികമായി അങ്ങേയറ്റം അധപ്പതിച്ചു കിടന്നിരുന്ന ആ ഒരു സമൂഹത്തിലേക്ക് എല്ലാവിധ അധാർമികതകളെയും പിഴുതെറിഞ്ഞുകൊണ്ട് മദ്യം ഘട്ടഘട്ടമായി നിരോധിച്ചു, വ്യഭിചാരം നിരോധിച്ചു. അങ്ങനെ എല്ലാവിധ അധാർമിക പ്രവണതകളെയും ഇല്ലാതാക്കിക്കൊണ്ട് ഏറ്റവും ലോകത്തിൽ തന്നെ മാതൃകയായ ഒരു സമൂഹമായി അവരെ വാർത്തെടുത്തു കൊണ്ടുവരികയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ മാത്രം അവകാശപ്പെടുന്ന ഒരു കാര്യമല്ല. ചരിത്രം പഠിക്കുന്ന ആരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വ്യക്തമായി അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരനാണ് ഡോക്ടർ MGS നാരായണൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ ഒരു വിഷയത്തിൽ നിന്നെടുത്തു. അവർ ഒരു വശത്ത് യൂറോപ്പുമായും മറുവശത്ത് ഇന്ത്യ, ചൈന മുതലായിട്ടുള്ള കിഴക്കൻ രാജ്യങ്ങളുമായിട്ടും ബന്ധം പുലർത്തുകയാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഈ രണ്ട് ഭാഗങ്ങളും തന്നെ പറയാം. പൗരസ്ത്യ രാജ്യങ്ങൾ ചൈനയും ഇന്ത്യയും, പാശ്ചാത്യ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ. ഈ രണ്ട് തരത്തിലുള്ള അകന്നു നിന്നിരുന്ന സംസ്കാരങ്ങളെ യോജിപ്പിക്കുന്ന മധ്യസ്ഥരായിട്ട് അറബികൾക്ക്
വരാൻ കഴിഞ്ഞു ആ കാലത്ത്. പ്രവാചകൻ്റെ പ്രബോധനങ്ങളാണ് അവരെ അതിന് സഹായിച്ചത്. അതോടുകൂടിയാണ് അവർക്കൊരു ആത്മവിശ്വാസവും ഐക്യവും ദിശാബോധവും ഉയർന്ന സാഹിത്യവും ഒക്കെ ഉണ്ടായി വരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചകളാണ് ദൈവികമായ വെളിപാടുകൾ എന്നുള്ള നിലയിൽ അവതരിപ്പിക്കപ്പെട്ട ഖുറാൻ, പിന്നെ അതിൻ്റെ വ്യാഖ്യാനങ്ങളായി വന്ന ഹദീസ്. അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് അവർക്കിടയിൽ ശാസ്ത്രകാരന്മാരുണ്ടായി, ചരിത്രകാരന്മാരുണ്ടായി, തത്വചിന്തകന്മാരുണ്ടായി. ഈ ഖിലാഫത്ത് എന്ന സാമ്രാജ്യം, ഖലീഫിൻ്റെ സാമ്രാജ്യം, അത് മക്കയിലും മദീനയിൽ നിന്നുമൊക്കെ പിന്നെ ബാഗ്ദാദിലേക്ക് നീങ്ങി, പിന്നെ തുർക്കിയിലേക്കും നീങ്ങി. എങ്ങനെയാണ് ഇവർ മാറിയത്? എങ്ങനെയാണ് അവർക്കിടയിൽ ഇത്രയും വലിയ ഒരു ഉന്നതിയിലേക്ക് അവരെത്തിയത്? അവർക്കിടയിൽ ശാസ്ത്രകാരന്മാരും ചരിത്രകാരന്മാരും തത്വചിന്തകരും എല്ലാം ഉണ്ടായത് പ്രവാചകന്റെ പ്രബോധനത്തിൽ നിന്ന്. ആ ഒരു കാര്യം അതുകൊണ്ടാണ് എന്ന് അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ റസൂലിന്റെ ഉൾക്കാഴ്ചകൾ, എന്നാൽ ദൈവികമാണെന്ന് വിശ്വാസികൾ ഉറച്ചു വിശ്വസിക്കുന്ന ഖുർആനിന്റെ അധ്യാപനങ്ങൾ, അതുപോലെ തന്നെ ഹദീസിന്റെ അധ്യാപനങ്ങൾ, ഇതാണ് അവരിൽ പരിവർത്തനമുണ്ടാക്കിയത് എന്ന്, ഇതാണ് അത്രയും വലിയ ഉന്നതിയിലേക്ക് ആ ഒരു സമൂഹം എത്താൻ കാരണമായത് എന്ന് ചരിത്രം പഠിച്ചിട്ടുള്ള ആരും വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് വളരെ വ്യക്തമായ ഒരു വലിയൊരു ചോദ്യം തന്നെയാണ്. എങ്ങനെയാണ് അവർ ഈ ഒരു ഇത്രയും അപരിഷ്കൃതരായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ലോകത്തിന്റെ ഉന്നതികളിലേക്ക്, യൂറോപ്പിൽ പോലും ശാസ്ത്രീയ നവോത്ഥാനത്തിന് തുടക്കം കുറിക്കാൻ മാത്രം വലിയ ആ ഒരു രീതിയിലേക്ക് വരെ എത്തിയത് എന്നുള്ള ചോദ്യം, എങ്ങനെയാണ് ഈ അപരിഷ്കൃതർ ഇത്രയും ഉന്നതിയിലേക്ക് എത്തിയതാണ്. അതാണ് നമ്മുടെ ടോപ്പിക്കിന്റെ പേര് തന്നെ, ഹൗ കുഡ് ദ നേക്കഡ് മെൻ വിൻ? എങ്ങനെയാണ് ഈ അപരിഷ്കൃതരായ ആളുകൾ ലോകത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിയത്? ഇത് ഒരു ക്രൈസ്തവ പാതിരി അത്ഭുതത്തോടു കൂടി ചോദിച്ച ഒരു ചോദ്യമാണ്. ഹൗ കുഡ് ദ നേക്കഡ് മെൻ വിൻ? എങ്ങനെയാണ് ഇവർക്ക് ഇത് സാധ്യമായത്? എങ്ങനെയാണ് ഇത് സാധ്യമായത്? ചരിത്രം പഠിക്കുന്ന ആരും അത്ഭുതത്തോടു കൂടി കൈമലർത്തുന്ന ഒരു ചോദ്യം തന്നെയാണിത്. അതിന്റെ ഉത്തരമാണ് നമ്മൾ നേരത്തെ കേട്ടത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം, ഖുർആനിന്റെ അധ്യാപനങ്ങൾ, അതുപോലെ തന്നെ ഹദീസുകൾ കൃത്യമായി കൊണ്ട് അവരിൽ ദിശാബോധം ഉണ്ടാക്കുകയായിരുന്നു. ഖുർആൻ ഒരിക്കലും അന്ധമായി അംഗീകരിക്കാനല്ല പറഞ്ഞത്, മറിച്ച് നിങ്ങൾ പഠിച്ചോളൂ, ചിന്തിച്ചോളൂ, മനസ്സിലാക്കിക്കോളൂ. അങ്ങനെ നിങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് യുക്തിസഹമായ ഒരു വിശ്വാസമായിരുന്നു ഖുർആൻ അവിടെ മുന്നോട്ട് വെച്ചത്. ഖുർആനിന്റെ 7-ാം അധ്യായം 179-ാമത്തെ ആയത്തിൽ വളരെ കൃത്യമായി നേരത്തെ നമ്മൾ കേട്ടു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട് അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട് അതുകൊണ്ട് അവർ കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് കാതുകളുണ്ട് അതുകൊണ്ട് അവർ കേൾക്കുന്നില്ല. ഇങ്ങനെയുള്ള ആളുകൾ, ചിന്തിക്കാത്തവർ, പഠിക്കാത്തവർ, അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഉലൈക കൽ അൻആം, അവർ നാക്കാലികളെ പോലെയാണ്. നാക്കാലികളെ പോലെയല്ല, അതിനേക്കാൾ അധപ്പതിച്ചവരാണ്. അപ്പോൾ ചിന്തിക്കാത്ത ആളുകൾ, പഠിക്കാത്ത ആളുകൾ, ബുദ്ധി ഉപയോഗിക്കാത്ത ആളുകൾ, അവർ നാക്കാലികളെ പോലെയാണ്, അല്ല അതിനേക്കാൾ അധപ്പതിച്ചവരാണ് എന്നുള്ള ഖുർആനിന്റെ അധ്യാപനം ചിന്തിക്കുവാൻ, പഠിക്കുവാൻ അവരെ ഒരുപാട് എൻകറേജ് ചെയ്തു. മാത്രമല്ല ഖുർആൻ വിജ്ഞാനത്തിന് നൽകിയിട്ടുള്ള പ്രാധാന്യം, അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്നുള്ള ഖുർആനിന്റെ ചോദ്യം, അറിവന്വേഷിക്കുവാൻ, പഠിക്കുവാൻ അവർക്ക് നൽകിയ പ്രചോദനം ചെറുതല്ല. ഇങ്ങനെ വളരെ കൃത്യമായി കൊണ്ട്, അറിഞ്ഞുകൊണ്ട്, പഠിച്ചുകൊണ്ട്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട്, പഠിച്ചുകൊണ്ട് അവരവസാനം ആ പഠനങ്ങൾ അവരെ നയിക്കുന്നത് അവരറിയാതെ പറഞ്ഞു പോകും, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല പടച്ചോനെ. അല്ലേ, നമ്മൾ നേരത്തെ കേട്ടു, ഒരു സെല്ലിൽ പോലും, ഒരു DNA-യുടെ സ്ട്രാൻഡിൽ പോലും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള അത്രയും ഉന്നതമായ സൃഷ്ടിപ്പ്, അതൊക്കെ പഠിക്കുമ്പോൾ ഒരു ബയോളജി വിദ്യാർത്ഥി അറിയാതെ പറഞ്ഞു പോകും, ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, സുബ്ഹാനക നീ മഹാപരിശുദ്ധനാണെന്ന്. ഇത് പഠിക്കുമ്പോൾ, സയൻസ് പഠിക്കുമ്പോൾ, മെഡിസിൻ പഠിക്കുമ്പോൾ, ഫിസിക്സ് പഠിക്കുമ്പോൾ, എന്ത് പഠിക്കുന്നോറും ഈ ഒരു കാര്യം വ്യക്തമായി അറിയാതെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു പോകുന്നതാണ് നമുക്ക് കാണാൻ. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഖുർആൻ മുന്നോട്ട് വെച്ചത്. അപ്പോ ഈ ഒരു തരത്തിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏതൊരു കാര്യത്തിനു പിന്നിലും ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അവരുടെ പ്രയത്നങ്ങൾ നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ സാധ്യമല്ല.
ബറാക് ഒബാമയുടെ സയന്റിഫിക് അഡ്വൈസറി കമ്മിറ്റിയിൽ അംഗമായിട്ടുള്ള പ്രൊഫസർ ജെയിംസ് ഗേറ്റ്സ് പറയുന്ന ഒരു കാര്യം കൂടി one wonders about is if Islamic scientists had not played this role of nursemaid to science, how would we have gotten here? Because in the West, we had lost that with our dark ages. How would science have survived in the West if it had not been for the Islamic scholars? ശാസ്ത്രജ്ഞന്മാരില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ അവസ്ഥ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്താകുമായിരുന്നു അല്ലെ? ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു ശാസ്ത്രീയമായിട്ടുള്ള സൗകര്യങ്ങളും അതിൻ്റെയൊക്കെ പിന്നിൽ ഉറക്കം വിളിച്ചുകൊണ്ട് വിയർപ്പൊഴുക്കിക്കൊണ്ട് അധ്വാനിച്ച ഒരു കൂട്ടം ആളുകളുണ്ട്. അതാണ് ജിമ്മൽ ഖലീലി തന്റെ ഡോക്യുമെന്ററി അവസാനിപ്പിക്കും പറയുന്ന ഒരു വാചകം അതുകൂടി tells us how to find out how the universe works and what our place in it is. Of course, it's also delivered technologies that have transformed our lives. So the next time you jet off on holiday or use a mobile phone or get vaccinated against a deadly disease, remember Ibn al-Haytham, Ibn Sina, al-Bayruni, and countless other Islamic scholars 1,000 years ago who struggled to make sense of the universe using crude mirrors and astrolabes. They didn't get all the right answers, but they did teach us how to ask the right questions. കാലഘട്ടത്തിൽ വിയർപ്പൊഴുക്കിക്കൊണ്ട് ഉറക്കമിളച്ചുകൊണ്ട് അധ്വാനിച്ച ആ ശാസ്ത്രജ്ഞന്മാരെ അവരെ ഓർമ്മിക്കണേ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഓരോ സൗകര്യത്തിനും അവരുടെ അധ്വാനങ്ങളുടെ എല്ലാ കണ്ടുപിടുത്തങ്ങളും അവർക്ക് നടത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ അതിനുള്ള വഴിയൊരുക്കിക്കൊണ്ടാണ് അവർ കടന്നുപോയിട്ടുള്ളത്. അതുകൊണ്ട് അവരെ വിസ്മരിച്ചുകൊണ്ടുള്ള വർത്തമാനങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള സംസാരങ്ങൾ കേൾക്കുമ്പോൾ അല്ലെ, അവരെ നമ്മൾ ഒരിക്കലും വിസ്മരിച്ചുകൂടാ. അവർക്കതിന് പ്രചോദനം നൽകിയിട്ടുള്ള ഖുർആനിനെ അടുത്തറിയണേ, ആ പ്രവാചകനെ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയണേ, പഠിക്കണേ, മനസ്സിലാക്കണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന് ഒരു ഓർഡർ ഉണ്ട് എന്നൊരു അസംഷനിലാണ് എന്ത് ചെയ്തത്. അത് വളരെ ഒരു ഓർഡറിലായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചവൻ സൃഷ്ടിച്ചതാണ് എന്നത് വളരെ ഒരു പ്രചോദനം നൽകുന്ന കാര്യമായിരുന്നു മുസ്ലിം സയന്റിസ്റ്റുകൾക്ക് എന്ന് പറഞ്ഞു. നമുക്കറിയാം, ശരിക്ക് ഈ ഒരു പ്രപഞ്ചത്തിൽ ഒരു കയോട്ടിക് അസംബ്ലേജ് ആയ ഒരു പ്രപഞ്ചം, അതായത് ബിഗ് ബാങ് ഒക്കെ വളരെ കയോട്ടിക് ആണ് നമ്മൾ ഇവർ പറയുന്നത്, വളരെ കയോട്ടിക് ആയിട്ടുള്ള ഒരു ഓർഡർ ഒന്നും ഇല്ലാത്ത ഒരു അസംബ്ലേജ് എങ്ങനെയാണ് ഒരു റാഷണാലിറ്റി, ഒരു യുക്തി ഇവർക്ക് ഉണ്ട് എന്ന് കരുതാം? എങ്ങനെയാണ് ഒരു യുക്തിക്ക് വേണ്ടി ഉള്ള അന്വേഷണം ഉണ്ടാവുക? ഇവിടെ ഇതൊക്കെ ഓർഡറിലാണ്, വളരെ സിസ്റ്റമാറ്റിക് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്കാണ് കൂടുതൽ എന്ത് ചെയ്യാം ഇതിൽ ഗവേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്താൻ കഴിയുക. അതുപോലെ ബാസിൽ സൂചിപ്പിച്ചു, ഇപ്പോൾ നേരെ തിരിച്ചു വരുന്നൊരു ഘട്ടമാണ്. ഇങ്ങോട്ട് നിങ്ങൾ സയൻസിന് സംഭാവന ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ആള് ശരിക്ക് മനസ്സിലാക്കുമ്പം നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, മുസ്ലിം സയന്റിസ്റ്റുകൾ എന്ന വെറും മുസ്ലിം പേരല്ല, ഇസ്ലാമിക് ഐഡിയോളജിയാണ് ശരിക്കും അവർക്ക് അടിത്തറ കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞു ഇസാം മസൂദിന്റെ കാര്യം, ഇത് സയൻസ് ആൻഡ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുന്ന കാര്യമാണ്. സയൻസിലുള്ള നമ്മുടെ ഹദീസിലുള്ള ഹദീസ് നിദാന ശാസ്ത്രം, സയൻസ് ഓഫ് നറേഷൻസ്, അതിലെ ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയാണ് പണ്ഡിതന്മാർ അവലംബിച്ചത്. അപ്പോൾ ഇത് വർഷങ്ങളായി ഡെവലപ്പ് ചെയ്തെടുത്താണ്. അതായത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക്, ഒരു പ്രവൃത്തി, അദ്ദേഹത്തിൻ്റെ ജീവിതചര്യകൾ അതേപടി എന്ത് ചെയ്യണം, സമൂഹത്തിൽ എത്തിക്കണം. അതിനുവേണ്ടി വളരെ ഇത് റസൂൽ സല്ലല്ലാഹു പറഞ്ഞതല്ലേ, ഇത് ആരെങ്കിലും അദ്ദേഹത്തിന് മേൽ കെട്ടിച്ചമച്ചതാണോ എന്നൊക്കെ പഠിക്കാൻ കഴിയുന്ന വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ആവിഷ്കരിച്ചത്. ഈ കാര്യം അതേപടി എന്ത് ചെയ്താണ് സയൻസിൽ അപ്ലൈ ചെയ്തിട്ടാണ് ശരിക്കും സയന്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു സയൻസിന്റെ രീതിശാസ്ത്രം ഉണ്ടാകുന്നത്. നമ്മൾ കേട്ടു, ഇവിടെ കേട്ടതിൽ ഒരു ചെറിയ ഒരു ക്വിസ് വേണമെങ്കിൽ നടത്താം. ആരാണ് വേൾഡ്സ് ഫസ്റ്റ് സയന്റിസ്റ്റ്? ആരാണ് ലോകത്തിലെ ആദ്യത്തെ ട്രൂ സയന്റിസ്റ്റ്? ആരാണ് അറിയോ? വേൾഡ്സ് ഫസ്റ്റ് ട്രൂ സയന്റിസ്റ്റ് അൽ ഹസൻ ഇബ്ൻ അൽ ഹൈസമാണ് ലോകത്തിലെ ആദ്യത്തെ യഥാർത്ഥ ശാസ്ത്രജ്ഞൻ. എക്സ്പെരിമെന്റേഷൻ ഒരു ഫസ്റ്റ് തിയറിറ്റിക്കൽ ഫിസിസിസ്റ്റ് ആണ് അദ്ദേഹം. അപ്പോൾ പറയുന്നത് ഇസ്ലാമിക് ഐഡിയോളജിയാണ് ശരിക്ക്, ഇസ്ലാമിലെ അനന്തരാവകാശ നിയമമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഈ അൽ-ഖവാരിസ്മി ആ ഓൾജിബ്ര ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് പ്രചോദനമായി തരുന്നത്. ഓൾജിബ്രയുടെ പുസ്തകത്തിൽ അത് തുടങ്ങിയ ആ പുസ്തകം ഇന്നും അവൈലബിൾ ആണ്, നമുക്ക് കിട്ടും. അതിൻ്റെ ട്രാൻസ്ലേഷൻ എടുത്തുകയൊക്കെ കാണാം. അതിൽ ഒരുപാട് ഭാഗവും നീക്കി വെച്ചത് ഈ അനന്തരാവകാശ നിയമത്തിലെ കാര്യം സോൾവ് ചെയ്യാനാണ്. ഇതുപോലെ
ശരിക്കും ഇസ്ലാം എന്നൊരു ഐഡിയോളജിയാണ് ശരിക്കും ഇസ്ലാം ഒരുക്കിയ ഒരു സാംസ്കാരിക ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ശരിക്കും മോഡേൺ സയൻസ് ഡെവലപ്പ് ചെയ്തത് എന്ന്